പരിശുദ്ധാത്മാവ് എന്ന നമ്മുടെ പഠനത്തിൽ അടുത്തതായി കാത്തിരിപ്പ് എന്ന വിഷയമാണ് ഞാൻ പരിശോധിക്കുവാൻ പോകുന്നത്. ഈ വിഷയവും വിശ്വാസികളുടെ മധ്യത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്ന ഒരു വിഷയമാണ്. ഒരു കൂട്ടം വിശ്വാസികൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തി പ്രാപിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്നാണ്. മറ്റൊരു കൂട്ടം വിശ്വാസികൾ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സ്വമേധയാ വരുന്നു, അതുകൊണ്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കേണ്ടതില്ല എന്നാണ്. ഇതിൽ കാത്തിരിക്കണം എന്ന് പഠിപ്പിക്കുന്നവർ മുഖ്യമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. നമുക്കതൊന്ന് വായിക്കാം. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. അവിടെ ആ വാഗ്ദത്തം എന്നുള്ളത് പരിശുദ്ധാത്മാവാണ് എന്ന് അതിൽ തന്നെയും അടുത്ത വാക്യത്തിൽ നിന്നും വ്യക്തമാണ്. ഇങ്ങനെ ശിഷ്യന്മാരോട് പരിശുദ്ധാത്മാവിനായിട്ട് കാത്തിരിക്കാൻ കർത്താവ് കൽപ്പിച്ചു. അവർ കാത്തിരുന്നു. ആ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. ആകയാൽ ന്യായമായിട്ടും ക്രിസ്തുവിശ്വാസികൾക്കെല്ലാവർക്കും ഈ നിലയിൽ കാത്തിരുന്നു വേണം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ. ഇതാണ് കാത്തിരുന്ന് പ്രാപിക്കണം എന്ന് പഠിപ്പിക്കുന്നവർ ഉപദേശിക്കുന്നത്. ആകട്ടെ, ഞാൻ ഈ ഭാഗത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഈ നിലയിൽ ഒന്ന് കൊണ്ടുവരാം. അന്ന് കർത്താവ് ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞത് വ്യക്തികളായിട്ട് ഇന്ന് എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തക്ക നിലയിലുള്ള ഒരു കാര്യമായിട്ടല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ കാത്തിരിക്കാനാണ് അവരോട് പറഞ്ഞത്. ഞാനൊരു കാര്യം വ്യക്തമായി പറയട്ടെ. പരിശുദ്ധാത്മാവ് ദൈവമാകയാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്. എങ്കിലും പെന്തക്കോസ്ത് നാൾ വരെ പരിശുദ്ധാത്മാവ് അധിവസിച്ചിരുന്നത് സ്വർഗത്തിലാണ്. ദൈവത്തിൻ്റെ അധിവാസവും ദൈവത്തിൻ്റെ സാന്നിധ്യവും രണ്ടും രണ്ടാണ്. ദൈവം സർവ്വവ്യാപിയാകയാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. എന്നാൽ ദൈവം എപ്പോഴും എല്ലായിടത്തും വസിക്കുന്നില്ല. ദൈവം സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിൽ ആസനസ്ഥനായിരിക്കുന്ന പിതാവേ എന്നാണ് അർത്ഥം. അപ്പോൾ ദൈവം വസിക്കുന്നത് സ്വർഗത്തിലാണ്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താൻ ദൈവമാകയാൽ താൻ എപ്പോഴും എല്ലായിടത്തും ഉണ്ട്, തൻ്റെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട്. എന്നാൽ കന്യകാമറിയമിൽ കൂടെ ഭൂജാതനാകുന്നത് വരെ നമ്മുടെ കർത്താവ് അധിവസിച്ചിരുന്നത് സ്വർഗത്തിലായിരുന്നു. കന്യകാമറിയമിൽ കൂടെ ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ കർത്താവിൻ്റെ അധിവാസം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കായി. എന്നാൽ സ്വർഗത്തിൽ അപ്പോഴും തൻ്റെ സാന്നിധ്യം ഉണ്ട്. വാസം ഈ ഭൂമിയിലേക്ക് മാറ്റി. അത് കഴിഞ്ഞ് 33.5 തിരുവയസ്സ് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയിർത്തെഴുന്നേറ്റ് താൻ സ്വർഗാരോഹണം ചെയ്തു പോയപ്പോൾ കർത്താവിൻ്റെ അധിവാസം വീണ്ടും ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലായി. താൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അന്നു മുതൽ ഇന്നയോളം താൻ സ്വർഗത്തിലാണ് അധിവസിക്കുന്നത്. എന്നാൽ തൻ്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ട് താനും. അതുകൊണ്ടാണ് താൻ കരേറിപ്പോവുകയാണെന്ന് പറഞ്ഞിട്ടും ശിഷ്യന്മാരോട് ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞത്. അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധിവാസം സ്വർഗത്തിലായിരുന്നത് താൻ അവതരിച്ചപ്പോൾ ഭൂമിയിലാവുകയും
സ്വർഗാരോഹണത്തിൽ കൂടെ തിരിച്ച് സ്വർഗത്തിലേക്ക് ആവുകയും ചെയ്തു. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലാണ് വസിക്കുന്നത്. പഴയ നിയമകാലത്തും പരിശുദ്ധാത്മാവ് അപ്പോഴപ്പോൾ വന്ന് താൻ തിരഞ്ഞെടുക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറച്ച് തൻ്റെ ശുശ്രൂഷകൾ നിവർത്തിക്കുവാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ താൻ അധിവസിച്ചത് സ്വർഗത്തിലായിരുന്നു. തൻ്റെ സാന്നിധ്യവും തൻ്റെ പ്രവർത്തനവും ഭൂമിയിലുണ്ടായിരുന്നു. പെന്തക്കോസ്ത് ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്നുള്ള അധിവാസം വിട്ട് ഭൂമിയിൽ അധിവസിക്കുവാൻ വേണ്ടി വരികയായിരുന്നു. അത് ഒരിക്കലായിട്ട് മാത്രം നടന്നതായ കാര്യമാണ്. ചരിത്രപരമായ തൻ്റെ ആ ആഗമനത്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരോട് യെരൂശലേമിൽ പോയി കാത്തിരിക്കുവാൻ തക്കവണ്ണം പറഞ്ഞത്. ആകയാൽ പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അധിവസിക്കുവാൻ തക്കവണ്ണം ഇറങ്ങി വരുന്ന ആ വരവിനു വേണ്ടി ശിഷ്യന്മാർ കാത്തിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു. പെന്തക്കോസ്ത് ദിവസം അത് സംഭവിച്ചു. ആ പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് പിന്നെ പോയിട്ടില്ല. ആ പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം ഇപ്പോഴും സ്വർഗത്തിലുണ്ടെങ്കിലും താൻ അധിവസിക്കുന്നത് ഇപ്പോൾ ഭൂമിയിലാണ്. സഭയിലും വിശ്വാസികളിൽ വ്യക്തിപരമായിട്ടും വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഇപ്പോൾ ഭൂമിയിലാണ്. ആകയാൽ ഭൂമിയിൽ തന്നെയുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി ഇനി പ്രാപിക്കുവാൻ കാത്തിരിക്കേണ്ടതില്ല. പിന്നെ എങ്ങനെയാ? ഞാനത് വെളിപ്പെടുത്താം. യേശു കർത്താവിൻ്റെ വരവിനു വേണ്ടി കാത്തിരുന്നവർ ഇസ്രായേലിൽ ഉണ്ടായിരുന്നു. പലരുണ്ടായിരുന്നു. അതിലൊരു പ്രത്യേക വ്യക്തിയാണ് ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ, മശിഹായെ കണ്ടിട്ടല്ലാതെ താൻ മരണത്താൽ മാറ്റപ്പെടുകയില്ല എന്ന് ദൈവത്തിൽ നിന്ന് ഒരു വരം ലഭിച്ചിട്ട് ശിമയോൻ കർത്താവിന് വേണ്ടി, മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നാം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലെ യേശുവിൻ്റെ അമ്മ യേശുവിനെയും കൊണ്ട് അവളുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ യാഗം കഴിക്കുവാൻ തക്കവണ്ണം 2 പ്രാക്കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രബുദ്ധനായിട്ട് ശിമയോൻ ബന്ധപ്പെട്ട് ചെന്ന് മറിയയുടെ കയ്യിൽ നിന്ന് ആ ശിശുവിനെ തൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട്, ഇപ്പോൾ നാഥ, നീ അടിയനെ സമാധാനത്തോടെ പറഞ്ഞയക്കുന്നു, നിൻ്റെ രക്ഷ അടിയൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്നു. ഈ ഭാഗത്ത് ശിമയോൻ കാത്തിരുന്ന് യേശു കർത്താവിനെ കണ്ടു, സ്വീകരിച്ചു, പ്രാപിച്ചു. എന്നാൽ യേശു കർത്താവ് വന്ന ശേഷം താൻ തൻ്റെ ശുശ്രൂഷ നിറവേറ്റി താൻ ഇവിടെ നിന്ന് കരേറിപ്പോവുകയും തൻ്റെ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തു എന്ന് വായിക്കുന്നത് പോലെ ഇന്ന് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ, കൈക്കൊള്ളുവാൻ ആരും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇന്ന് യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ ആർക്കായാലും യേശുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. അതിനുവേണ്ടി പ്രത്യേക കാത്തിരിപ്പൊന്നും ആവശ്യമില്ല. ആരോടും അങ്ങനെ ആരും ഉപദേശിക്കാറില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നവരും യേശുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കണം എന്ന് പറയുന്ന ആളുകളോട് നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാറില്ല. വിശ്വസിക്കുക, ക്രിസ്തു നിൻ്റെ ഹൃദയത്തിൽ വരും. ഇതുപോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞതിനാൽ ഇനി പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മതി, പരിശുദ്ധാത്മാവ് ഹൃദയത്തിലേക്ക് വരും. ഈ ബന്ധത്തിൽ നാം വായിച്ച അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കാണുന്ന ശിഷ്യന്മാരോട് കർത്താവ് കാത്തിരിക്കുവാൻ കൊടുത്ത കൽപ്പനയെക്കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് ആവശ്യമാണ്. ഒന്നാമതായിട്ട് ഈ ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞത് യെരൂശലേമിലാണ്.
എവിടെയെങ്കിലും കാത്തിരുന്നാൽ പോരാ. അതിൻ്റെ കാരണം യെരൂശലേമിലായിരുന്നു പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത്. അധിവാസത്തിനായിട്ട് താൻ ഇറങ്ങി വരുന്നത് ആ സമയത്ത് യെരൂശലേമിലേക്കായിരുന്നു. അതുകൊണ്ട് ശിഷ്യന്മാർ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണമായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് കാത്തിരിക്കുവാൻ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ച് ഇന്നും കാത്തിരുന്ന് ആത്മാവിനെ പ്രാപിക്കണം എന്ന് പറയുകയാണെങ്കിൽ കാത്തിരിക്കുന്നവരെല്ലാവരും യെരൂശലേമിൽ പോയി കാത്തിരിക്കണം എന്ന് പറയേണ്ടി വരും. കാരണം ശിഷ്യന്മാരോട് എവിടെയും കാത്തിരുന്നാൽ വിരോധമില്ലെന്ന് പറഞ്ഞില്ല. യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം എന്ന് പറഞ്ഞതിനാൽ അവർ യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണമെന്ന് നിർബന്ധമായിട്ട് അവരോട് പറഞ്ഞിരുന്നു. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റൊന്ന്, പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ വന്നത് അവർ യെരൂശലേമിൽ കാത്തിരുന്നത് കൊണ്ടല്ല. നേരെ തിരിച്ച് പരിശുദ്ധാത്മാവ് യെരൂശലേമിൽ വരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവർ യെരൂശലേമിൽ കാത്തിരുന്നത്. ഇപ്പോഴാരെങ്കിലും കൊച്ചി വിമാനത്താവളത്തിൽ വരുന്നു എന്നറിഞ്ഞ് അവരുടെ ബന്ധുക്കൾ ആ വരുന്നവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നു. ഈ ബന്ധുക്കൾ കൊച്ചി വിമാനത്താവളത്തിൽ കാത്തിരിക്കുന്നത് കൊണ്ടല്ല ആ എയ്റോപ്ലെയിൻ കൊച്ചി വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്നത്. പിന്നെയോ ആ എയ്റോപ്ലെയിൻ കൊച്ചി വിമാനത്താവളത്തിലാണ് ഇറങ്ങുക എന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർ ആ വിമാനത്താവളത്തിലേക്ക് പോയതാണ്. അതുകൊണ്ട് അപ്പോസ്തലപ്രവൃത്തികൾ 1-4 പിടിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ കാത്തിരിക്കണം എന്നും അത് എവിടെ വേണമെങ്കിലും കാത്തിരുന്നാൽ മതി എന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യെരൂശലേമിൽ പോയി കാത്തിരിക്കണം എന്ന് പറയണമായിരുന്നു. മറ്റൊരു കാര്യം, ഈ ശിഷ്യന്മാരോട് കാത്തിരിക്കാൻ പറഞ്ഞു. അവരവിടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നല്ല കാര്യം തന്നെ, സംശയമില്ല. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാനൊന്നും അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രാർത്ഥിച്ചാൽ തെറ്റൊന്നുമല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു പോയിൻ്റ് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടി അതങ്ങനെ എടുത്തു പറയുക. അതെന്താ പോയിൻ്റ് എന്ന് ചോദിച്ചാൽ, ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടല്ല പരിശുദ്ധാത്മാവ് വന്നത്. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതായ കാര്യം യേശു കർത്താവ് പറഞ്ഞത് യോഹന്നാൻ 14:16 നാം വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നത്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, എന്നിട്ട് നിങ്ങൾക്ക് മറ്റൊരു കാര്യസ്ഥനെ അയച്ചു തരും. ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ ചോദിച്ചോളാം എന്ന് യേശു കർത്താവ് പറഞ്ഞു. എന്തിനാ ഞാനത് പറഞ്ഞതെന്ന് വിചാരിച്ചാൽ, ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധാത്മാവ് വന്നത് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാനാണ്. ആ കാര്യം വ്യക്തമാക്കാൻ ഞാൻ ഇങ്ങനെയും പറയാം. ഇവർ കുറെ കൂടുതൽ പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, വളരെ ശക്തമായി ഉപവസിച്ച് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിൽ, പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു ദിവസം മുൻപ് വരുമായിരുന്നോ? ഇല്ല. ഇനി ഇവർ പ്രാർത്ഥിക്കൊന്നും ചെയ്യാതെ വെറുതെ അങ്ങ് ഇരുന്ന് സമയം കളഞ്ഞതേ ഉള്ളൂ എന്ന് വരികിൽ പരിശുദ്ധാത്മാവ് ഒരു ദിവസം താമസിച്ചു വരുമായിരുന്നോ? ഒരിക്കലുമില്ല. പരിശുദ്ധാത്മാവ് നിശ്ചയിച്ച ദിവസവും സമയത്തുമല്ലാതെ അതിനു മുൻപോ അതിന് പിൻപോ വരുവാൻ ഇവരുടെ പ്രാർത്ഥന കൂടുതലോ പ്രാർത്ഥന കുറവോ ഒരു നാളും മുഖാന്തരമാവുകയില്ല. അതുകൊണ്ട് ശിഷ്യന്മാർ പ്രാർത്ഥിച്ച് യാചിച്ച് ദൈവത്തിൽ നിന്ന് വിശ്വാസത്താൽ ഏറ്റുവാങ്ങിയതല്ല പരിശുദ്ധാത്മാവ്. അന്നത്തെ ആ വരവ് ദൈവം മുന്നമേ നിശ്ചയിച്ചതനുസരിച്ച് യെരൂശലേമിൽ പെന്തക്കോസ് ദിവസം പരിശുദ്ധാത്മാവ് വരിക എന്നത് ദൈവം തീരുമാനിച്ച കാര്യമാണ്. വരുമ്പോൾ എതിരേൽക്കാൻ, സ്വീകരിക്കാൻ അവരോട് അവിടെ കാത്തിരിക്കുവാൻ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, അത് പെന്തക്കോസ്ത് അനുഭവത്തിന് മുൻപുള്ള കാര്യമാണ്. അതെന്താണ്? യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് അവരുടെ മേൽ ഊതി.
എന്നിട്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പ്രാപിക്ക. എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? വരാൻ പോകുന്ന അനുഭവത്തിൻ്റെ ഒരു മുന്നോടിയായിട്ട് അങ്ങനെ പറഞ്ഞതാണോ? അങ്ങനെയാണ് അനേകർ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിക്കേണ്ട കാര്യം എന്താ? കർത്താവ് അവരുടെ മേൽ ഊതി ഇതാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, ഇതാ എന്ന് വാക്കവിടെ ഇല്ല. അതാണല്ലോ ആശയം. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ ആ സമയത്ത് തന്നെ അവർ വ്യക്തികളായി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവിൻ്റെ വരവിന് വേണ്ടി അവർ കാത്തിരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. പെട്ടെന്ന് ചിലർക്കെങ്കിലും തോന്നാം ഇതെന്തൊരു അസംബന്ധമായി പറയുന്നത്. ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, വിശ്വാസികളായ നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുക്രിസ്തു ഉണ്ടോ? നിങ്ങൾ തീർച്ചയായിട്ടും പറയും ഉണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിൽ വസിക്കുന്നു. സ്തോത്രം. പക്ഷേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? കർത്താവിൻ്റെ വരവിന് വേണ്ടിയല്ലേ? അതെ. ആകയാൽ ക്രിസ്തു നമ്മിൽ ഉണ്ടെങ്കിലും കർത്താവിൻ്റെ ആളത്വപരമായ നമ്മെ ചേർക്കുവാനുള്ള സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വരവിനായിട്ട് നാം കാത്തിരിക്കുന്നു. അതുപോലെ ഈ കാത്തിരുന്ന ശിഷ്യന്മാരിൽ വ്യക്തികളായിട്ട് അവരിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് ദിവസത്തിൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അവരുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാസം താൽക്കാലികമായിട്ട് മാത്രം ഇരുന്നേനെ. അങ്ങനെ ഒരിക്കലും സംഭവ്യമല്ല. ഞാൻ ആ വശം ചൂണ്ടിക്കാണിക്കുകയാണ്. കാരണം പഴയ നിയമകാലത്തും പരിശുദ്ധാത്മാവ് വന്ന് വ്യക്തികളിൽ തങ്ങി ചില ശുശ്രൂഷകൾ ചെയ്യിപ്പിച്ച് വിട്ടുപോയിട്ടുണ്ട്. ആ നിലയിലുള്ള ഒരു താൽക്കാലിക വാസം ആകുമായിരുന്നു. എന്നാൽ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് എന്നേക്കും ശിഷ്യന്മാരോടുകൂടെ ഇരിക്കുവാൻ തക്കവണ്ണം കർത്താവ് വാഗ്ദാനം ചെയ്തതുപോലെ വന്നിരിക്കുക കൊണ്ട് അന്ന് മുതലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അവരിലെ അധിവാസം അത് സ്ഥിരമായ അധിവാസമായി തീർന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ഈ ശിഷ്യന്മാർ വ്യക്തിപരമായി ഹൃദയത്തിലേക്ക് ഇന്ന് എനിക്കും നിങ്ങൾക്കും പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് പോലെ സ്വീകരിക്കുവാൻ ലഭിക്കുവാനല്ല അവർ കാത്തിരുന്നത്. അതവരിലുണ്ടായിരുന്നു. എന്നാൽ ചരിത്രപരമായ പരിശുദ്ധാത്മാവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന അധിവാസത്തിനു വേണ്ടി ഇറങ്ങി വരുന്ന ആ വരവിന് വേണ്ടിയായിരുന്നു അവർ കാത്തിരുന്നത്. അതുകൊണ്ട് അവരുടെ കാത്തിരിപ്പുമായി താരതമ്യപ്പെടുത്തി ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വിശ്വസിച്ചാൽ മാത്രം പോരാ, പിന്നെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഒരിക്കലും വചനവുമായി പൊരുത്തപ്പെടുകയില്ല. മറ്റൊരു കാര്യം, ഈ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൻ്റെ 4 നാം വായിച്ചല്ലോ. 5-ാം വാക്യം വായിക്കുമ്പോൾ പിതാവിനോട് കേട്ട വാഗ്ദത്തം എന്ന് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. ആകയാൽ വ്യക്തികളായിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നതിനേക്കാൾ സഭ എന്ന ശരീരത്തെ രൂപപ്പെടുത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നാനം, പരിശുദ്ധാത്മ സ്നാനം എന്ന ആ കാര്യമാണ് അവർ കാത്തിരുന്നതിൻ്റെ പ്രധാനമായ വിഷയം. ആകയാൽ പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വന്ന് അതുവരെയുള്ള ക്രിസ്തുവിശ്വാസികളെല്ലാം ഒരു ശരീരമായ സഭയായിട്ട് പരിശുദ്ധാത്മ സ്നാനത്താൽ രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അപ്പോസ്തല പ്രവൃത്തികളിൽ ഈ ശിഷ്യന്മാർ കാത്തിരിക്കുവാൻ 1-ാം അധ്യായത്തിൽ അവരോട് പറഞ്ഞിട്ടുള്ളതിൻ്റെ ശേഷം പുതിയ നിയമത്തിൽ ഒരിടത്തും ക്രിസ്തു വിശ്വാസികൾ പരിശുദ്ധാത്മ പ്രാപണത്തിനു വേണ്ടി കാത്തിരിക്കണം എന്ന് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.